വർഷക്കാലമായി ഇവിടുത്തെ MLA ആണ്. 3 വർഷക്കാലമായി ചാത്തമറ്റത്തുനിന്ന് ഇങ്ങോട്ട് മുണ്ടരിക്കാണെന്ന് ഇങ്ങോട്ട് ആന കയറിക്കൊണ്ടിരിക്കുക, ആന ശല്യം ഉണ്ടാവുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്താണ് നിങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഈ നാടിനകത്ത് ഇത്ര രൂക്ഷമായ ആനശല്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പണി എന്താണ്? നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് എവിടെയെങ്കിലും ആന ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ ആന ഇറങ്ങി എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ പോയി രാഷ്ട്രീയ നേട്ടത്തിനായി സമരം ചെയ്യുകയും ആളെ കൂട്ടുകയും ഗോഗോ വിളിക്കുകയുമല്ലാതെ നിങ്ങൾ എന്ത് ഈ നാടിനകത്ത് നിങ്ങളുടെ അസംബ്ലി മണ്ഡലത്തില് നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു? ഈ നാട് ചർച്ച ചെയ്യണ്ടേ? ഈ നാട് ചർച്ച ചെയ്യണ്ടേ? ഈ നാടിന്റെ പൊന്നോമനകൾ എന്ന് പറഞ്ഞ് വിജയിച്ച MPയും MLAയും ഈ നാടിന് വേണ്ടി ഈ നാട്ടിനകത്ത് ഇത്ര രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഈ വന്യമൃഗ ശൈലിന്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാനായി MLAയും MPയും എന്ത് പണി ചെയ്യുന്നു? നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അർദ്ധരാത്രി കുട്ടമ്പഴയിലെ ഉരുളൻകണ്ണിയിലേക്ക് പോകാം. എന്നാൽ അർദ്ധരാത്രി ഇവിടെ ആനയിറങ്ങി ഏകദേശം 12 പിറ്റേ ദിവസം 12:30 1 മണിയോടെ സമയത്താണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് ആന ഓടിക്കുന്നു. എവിടെയായിരുന്നു കൊടനാടൻ? എവിടെയായിരുന്നു? എന്തേ നാട്ടിലകത്ത് തിരിഞ്ഞു നോക്കാത്തത്? അങ്ങനെ തിരിഞ്ഞു നോക്കാൻ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ കുഴൽനാടോട് ചോദിക്കും, കുഴൽനാടാ, കഴിഞ്ഞ 3 വർഷക്കാലമായി നാട്ടിനകത്ത് ഈ കാട്ടാന ശല്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർന്നു വരും. എന്നതുകൊണ്ട് ഈ നാട്ടിനകത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി കുഴൽനാടന്. ഡീൻ കുര്യാക്കോസ് വന്നു. ഡീൻ കുര്യാക്കോസും ഞാനും ഒപ്പത്തിനൊപ്പമാണ് നിന്ന് പ്രവർത്തനത്തിന് ഓടിക്കാൻ. ബന്ധപ്പെട്ട അധികാരികളും ഫോറസ്റ്റിലും കാടിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ഡിവൈഎസ്പിയോടും SP-യോടും ആവശ്യമായ ഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ തരുന്നതിന് ആവശ്യമായ ഇടപെടലൊക്കെ നടത്തി. നമ്മളെടുത്ത സമീപനം നാടിനകത്ത് പൊതുവായ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കാണുക എന്നതല്ല. ആ ദുരന്തമുഖത്ത് എല്ലാവരും ചേർന്ന് ആ ദുരന്തമുഖത്ത് ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. അതല്ലേ ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇപ്പോൾ 2ാം വട്ടമാണ് ഇവിടെ വന്നത്. 2ാം വട്ടം 1 വർഷക്കാലം കഴിഞ്ഞു. ഇവിടുത്തെ ഈ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനും വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിനുമായി നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യോഗം പോലും വിളിക്കാൻ നിങ്ങൾക്കായോ? ഒരു യോഗം വിളിച്ചു കൂട്ടി DFOയും ബന്ധപ്പെട്ട അധികാരികളെയും രാഷ്ട്രീയ പാർട്ടി ആളുകളെയും ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം ചേർത്ത് ഒരു യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിനടുത്ത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണ്? ആ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടെ കൂട്ടി എന്ത് ചെയ്യാൻ കഴിയും? ആലോചിക്കണ്ടേ? 11ഓളം വരുന്ന ആനകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ആ 11ഓളം ആനകളെ ഇവിടുന്ന് കാഞ്ഞിരവേലിക്കകത്ത് പെരിയാറിന്റെ